നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ യുണീക്കായിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു എർത്തിൻ്റെ ഒറിജിൻ. ബിഗ് ബാങ് തിയറിയാണ് ഈ യൂണിവേഴ്സിൻ്റെ അഥവാ പ്രപഞ്ചത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായത് എന്നാണ് നിലവിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. യൂണിവേഴ്സിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി സ്പേസ് ആൻഡ് ടൈം, അതായത് പ്ലാനറ്റ്സ്, സ്റ്റാർസ്, ഗാലക്സീസ്, പിന്നെ മാറ്ററിൻ്റെയും എനർജിയുടെയും മറ്റ് ഫോംസ് എല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. നമ്മുടെ എൻ്റെ യൂണിവേഴ്സിൻ്റെ സ്പേഷ്യൽ സൈസ് എത്രയാണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. എങ്കിലും നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്ന അത്രയും ദൂരെ വരെയുള്ള യൂണിവേഴ്സിൻ്റെ വലിപ്പം നമുക്ക് അളക്കാനാവും. അത് എത്രയാണെന്ന് അറിയണ്ടേ? 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് നമുക്ക് ഇന്ന് കണക്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഡയമീറ്റർ. യൂണിവേഴ്സിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് പറയുന്ന ആദ്യകാല കോസ്മോളജിക്കൽ മോഡലുകളിൽ ഒന്ന് പുരാതന ഇന്ത്യൻ ഗ്രീക്ക് തത്വചിന്തകന്മാർ പറഞ്ഞു വെച്ച ജിയോസെൻട്രിക്കൽ തിയറി അഥവാ ഭൗമ കേന്ദ്ര സിദ്ധാന്തമാണ്. അത് പ്രകാരം ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. പക്ഷേ നൂറ്റാണ്ടുകൾക്കപ്പുറം കൂടുതൽ വ്യക്തതയുള്ള അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഉണ്ടായി. ഇതിൻ്റെ ഫലമായി നിക്കോളാസ് കോപ്പർനിക്കസിനെ പോലെയുള്ളവർ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായി സൂര്യനെ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഹീലിയോസെൻട്രിക് മോഡലുകൾ വികസിപ്പിച്ചെടുത്തു. വീണ്ടും തുടർന്നങ്ങോട്ടുണ്ടായ നിരീക്ഷണപരമായ പുരോഗതികളിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. പ്രപഞ്ചത്തിൽ 2 ട്രില്യൺ ഗാലക്സികൾ അഥവാ നക്ഷത്ര സമൂഹങ്ങൾ എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടെന്നതും അതിൽ ഒരു ഗാലക്സി മാത്രമാണ് മിൽക്കി വേ എന്നറിയപ്പെടുന്ന നമ്മുടെ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രമായ സൂര്യൻ ഈ മിൽക്കി വേയിലെ 100 കണക്കിന് ബില്യൺ നക്ഷത്രങ്ങളിൽ ഒരെണ്ണം മാത്രമാണ്. ബിഗ് ബാങ് തിയറി നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഏകദേശം 13.799 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സ്പേസും ടൈമും ഒരുമിച്ച് തന്നെയാണ് എമർജ് ചെയ്തത്. കൂടാതെ പ്രാരംഭ ദശയിൽ ഉണ്ടായിരുന്ന എനർജിയും മാറ്ററും അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വന്ന് പ്രപഞ്ചം അനുനിമിഷം വികസിച്ചു കൊണ്ടേയിരുന്നു. ഏകദേശം 4.54 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപപ്പെട്ടത്. യൂണിവേഴ്സിൻ്റെ പ്രായത്തിൻ്റെ ഏകദേശം 1/3 ഏജ് മാത്രമാണ് ഭൂമിക്ക് ഉള്ളത്. നമ്മുടെ ഭൂമി രൂപപ്പെട്ട സമയത്ത് അത് അത്യധികം ചൂടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഇത്രയും വലിയ ഊഷ്മാവിൽ യാതൊരു തരത്തിലുള്ള ജീവരൂപങ്ങൾക്കും നിലനിൽക്കാനാവില്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത്? ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ ആദിമ വസ്തുക്കൾ എന്തെല്ലാമായിരിക്കാം? അതെ, അജൈവ പദാർത്ഥങ്ങളിൽ നിന്ന് ജീവന്റെ ഏറ്റവും ലളിതമായ ആദിമ രൂപങ്ങൾ ഉണ്ടാവുകയായിരുന്നു. പിന്നീടാണ് സങ്കീർണ ഘടനയുള്ള ജീവികൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടത്. ഈ പ്രക്രിയയാണ് എവല്യൂഷൻ ഓഫ് ലൈഫ് അഥവാ ജീവപരിണാമം എന്ന് പറയുന്നത്. എവല്യൂഷൻ ഓഫ് ലൈഫ് മീൻസ് ദ ഗ്രാജുവൽ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിസം ഫ്രം സിംപ്ലർ വൺസ്. ജീവന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഒത്തിരി തിയറികൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു തിയറിയാണ് കീമോസിന്തറ്റിക് തിയറി. ദിസ് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ A.I. ഒപ്പാരൻ. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പോലുള്ള വേറെയും ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ഇന്ന് വെറും ചരിത്ര പ്രാധാന്യം മാത്രമേ ഉള്ളൂ. ഇനി കീമോസിന്തറ്റിക് തിയറി എന്താണെന്ന് നോക്കാം. ഈ തിയറി പ്രകാരം ദ എർത്ത് ഒറിജിനേറ്റഡ് അബൌട്ട് 5 ബില്യൺ ഇയേഴ്സ് എഗോ. It was initially made up of hot gases and vapors of various chemicals. കാലക്രമേണ ഭൂമി തണുക്കുകയും അതുവഴി ഒരു സോളിഡ് ക്രസ്റ്റ് രൂപപ്പെടുകയും ഉണ്ടായി. The early atmosphere contained ammonia, water vapor, hydrogen and methane. At that time there was no free oxygen. ഇത്തരത്തിലുള്ള അന്തരീക്ഷം ഇപ്പോഴും ജൂപ്പിറ്റർ, സാറ്റേൺ തുടങ്ങിയ ഗ്രഹങ്ങളിൽ കാണാൻ കഴിയും. Heavy rain fell on the hot surface of Earth and over a very long period. Then water bodies appeared that still contained hot water. അന്തരീക്ഷത്തിലുണ്ടായിരുന്ന മീഥേനും അമോണിയയും അങ്ങനെ കടൽ വെള്ളത്തിൽ ലയിച്ചു. ഇത് ജീവന്റെ രൂപപ്പെടലിന് വളരെയധികം സഹായിച്ചു. കടലിലാണ് ആദ്യ ജീവരൂപം പ്രത്യക്ഷപ്പെട്ടത് എന്നറിയാമല്ലോ. ഈ രാസപദാർത്ഥങ്ങളുടെ തുടർന്നുള്ള രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ബയോമോളിക്യൂളായ പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും ഉണ്ടായി.